സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഒരു അവസരമായിട്ട് കണ്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം നോർവേയാണ്. നോർവേ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമീനാണ്. കരിമീനിന്റെ ശാസ്ത്രീയ നാമം ഏത് എന്ന് ചോദിച്ചാലോ എട്രോപ്ലസ് സുറൈറ്റൻസിസ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? അപ്പൊ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണനം എന്താണ്? സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആശാമേനോൻ. ആശാമേനോൻ എന്നത് തൂലികാ നാമമാണ്. ആരുടേതാണ്? K. ശ്രീകുമാർ ആണ്. K. ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? K. ശ്രീകുമാർ. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസ്സർ ഹിമാലയ. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നതോ ഹിമാദ്രിയാണ്. അപ്പം ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആണ് R. ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആരാണ്? R. ശ്രീലേഖയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ. വളപട്ടണം പുഴ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറയാണ് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ആദംസ് ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയാണ് ആദംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നീൽ ദർപ്പൺ നാടകമാണ്. നാടകം. നീൽ ദർപ്പൺ ആരുടെ കൃതിയാണ് എന്ന് കമന്റ് ചെയ്യുക. നീൽ ദർപ്പൺ ആരുടെ കൃതി എന്നത് കമന്റ് ചെയ്യുക. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം. ബംഗാളിൽ എവിടെയാണ്? ബംഗാളില് കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്?
1859 1859 ബംഗാളില് കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. 1859. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? BN ധർ ആണ്. BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അംഗനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അംഗനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മണി മംഗലമാണ്. പാർവതി നെന്മണി മംഗലമാണ് മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അംഗനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത്. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം. ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? കാൻഡലയാണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? കാൻഡല. കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനം താപപ്രേഷണം കാരണമാകും? കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് വികിരണമാണ്. വികിരണം മൂലമാണ് കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത്. വികിരണം. ചേങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം. ചേങ്ങറ ഭൂസമരം ആരംഭിച്ചത് 2007. ചേങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം 2007. ചേങ്ങറ ഭൂസമരം അവസാനിച്ച വർഷമോ? അവസാനിച്ചത് 2009. ചേങ്ങറ ഭൂസമരം ആരംഭിച്ചത് 2007, അവസാനിച്ചത് 2009. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഭുവനേശ്വർ. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഭുവനേശ്വറാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം കമന്റ് ചെയ്യുക. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത് ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ്? ഗോതമ്പാണ്. ഗോതമ്പിന്റെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്നത് ഏത് നിറത്തിലാണ്? പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീലപ്രകാശത്തിൽ. നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. നീലപ്രകാശത്തിൽ മഞ്ഞപ്പൂവ് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഭാരത സർക്കാർ അംഗീകരിച്ചത് 1998. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി ഏതാണ്? ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി മാവൂർ ഗോളിയോർ റയോൺസ് ആണ്. മാവൂർ ഗോളിയോർ റയോൺസ് മൂലമാണ് ചാലിയാറ് മലിനീകരിക്കപ്പെടാനായിട്ട് കാരണമായത്. അപ്പോൾ ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാവൂർ ഗോളിയോർ റയോൺസ് ആണ്. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻധളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്?
മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഹോർമോണിന്റെ പേര് പ്രൊലാക്റ്റിൻ. ആഗോളതാപനം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആഗോളതാപനം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വാലസ് സ്മിത്ത് ബ്രോക്കർ ആണ്. വാലസ് സ്മിത്ത് ബ്രോക്കർ ആഗോളതാപനം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വാലസ് സ്മിത്ത് ബ്രോക്കർ. ആറ്റത്തിന്റെ പ്ലാനേറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിന്റെ പ്ലാനേറ്ററി മോഡൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. പ്ലാനേറ്ററി മോഡൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക എർവിൻ ഷ്രോഡിംഗർ ആണ്. ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക. ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. ഒന്നും കൂടി നോക്കാം. ആറ്റത്തിന്റെ പ്ലാനേറ്ററി മോഡൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ, ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക എർവിൻ ഷ്രോഡിംഗർ, ബില്യാർഡ് ബോൾ മോഡൽ ജോൺ ഡാൾട്ടൺ, പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ? ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ്? എക്കൽ മണ്ണിൻ്റെതാണ്. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നു ഖാദർ എന്നത്, ബങ്കർ എന്നത് പഴയ എക്കൽ മണ്ണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് ആര് എന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു ആണ്. നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യർ ആണ്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്ന്? എന്നാണ് 1891 ജനുവരി 1 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏത്? ഹീലിയം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. മത്സ്യഫെഡിന്റെ വാർത്താപത്രിക? മത്സ്യഫെഡിന്റെ വാർത്താപത്രികയാണ് മത്സ്യം. തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1. തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 1. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ബുദ്ധമയൂരി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്.
ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹയാണ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗാണ് കൂട്ടിച്ചേർത്തത്. ഹോസ്ദുർഗ്. കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെട്ടത്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മനത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയത് രാജസ്ഥാനിലാണ്. 1959. 1959 രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ചികിത്സാ സമ്പ്രദായം ഡോട്ട്സ് ഏത് രോഗ ചികിത്സയ്ക്കുള്ള ചികിത്സാ സമ്പ്രദായമാണ്? ക്ഷയരോഗ ചികിത്സയ്ക്കുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഡോട്ട്സ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം? ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. കണ്ണിലെ ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം എന്താണ്? മെലാനിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? പനാമ കനാൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏതാണ്? ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡാണ് സെറോട്ടിക് ആസിഡ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് അറിയപ്പെടുന്നത് സെറോട്ടിക് ആസിഡ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം വുൾഫ്രം എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിറമോൺ. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആര്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏകദേശം എത്ര വർഷമാണ് നീണ്ടുനിന്നത്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏകദേശം 190 വർഷമാണ് നീണ്ടുനിന്നത്. 190 വർഷം. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പഠനമാണ് ക്രയോജനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. അടുത്ത ചോദ്യം, ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? ഭൗതിക വസ്തുക്കളുടെ
കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. കമ്പനം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിനാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആര്? രഘുവംശം എഴുതിയത് കാളിദാസൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏത്? അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞത് മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. ഞെള്ളാണി ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഞെള്ളാണി ഏലമാണ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ബച്പൻ ബച്ചാവോ ആന്തോളന തുടക്കമിട്ടത് ആര്? കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളന തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥി. പ്ലാസി യുദ്ധം നടന്ന വർഷം? പ്ലാസി യുദ്ധം നടന്നത് 1757 1757 പ്ലാസി യുദ്ധം നടന്നത്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏത്? കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. കൊല്ലവർഷം തുടങ്ങിയത്? കൊല്ലവർഷം AD 825 കൊല്ലവർഷം തുടങ്ങിയത്. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് എന്നത് 144 എണ്ണം ഒരു ഗ്രോസ്. നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം ഫിൻലാൻഡാണ്. നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം. സിന്നബാർ എന്തിന്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. മെർക്കുറിയുടെ അയിര്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡയോക്സൈഡ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡയോക്സൈഡിന്റെ. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് ആര്? ശൈവ പ്രകാശിക സഭ തൈക്കാട് അയ്യ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയിലാണ്. കുണ്ടറ. ഇന്തോളജി എന്നാൽ എന്ത്? ഇന്തോളജി എന്ത്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. പഠനം അറിയപ്പെടുന്നത് ഇന്തോളജി. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത്
APJ അബ്ദുൽ കലാമാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആരുടെ കൃതിയാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറി. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമാണ് കോട്ടയം. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം? ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 1948 ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. കോശത്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജി എന്നത് കോശത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി IK കുമാരൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.